സമസ്തയുടെ ചരിത്രത്തിലേക്ക് കടന്നുപോയാൽ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ച സമസ്തയുടെ പ്രമേയങ്ങളിലേക്ക് കടന്നുപോയാൽ എന്താണ് വസ്തുത എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. 1933 ഫറോക്കിൽ വെച്ച് ചേർന്ന സമസ്തയുടെ 6ാം വാർഷിക സമ്മേളനത്തിലാണ് കുപ്രസിദ്ധമായ 8ാം പ്രമേയം പാസാക്കുന്നത്. ആ പ്രമേയത്തിലാണ് ചില കാര്യങ്ങൾ എടുത്തു പറഞ്ഞതിന് ശേഷം ഇവ മതവിരുദ്ധങ്ങളാണെന്നോ അഥവാ ശിർക്കാണെന്നോ പറയുന്നവർ സുന്നികളല്ലെന്നും അവർ ഇമാമത്തിനും ഖതീബ് സ്ഥാനത്തിനും ഖാളി സ്ഥാനത്തിനും കൊള്ളരുതാത്തവരാണെന്നും ഈ യോഗം തീരുമാനിക്കുന്നവരാണ് എന്ന തീരുമാനമെടുക്കുന്നത്. ആ കാര്യക്കൂട്ടത്തിൽ പറഞ്ഞതാണ് മാലകളും മൗലിദുകളും അതേപോലെ വിർദുകളും മഹാന്മാരെ പുകഴ്ത്തിക്കൊണ്ടുള്ള ബൈത്തുകളും മങ്കൂസ് മുതലായ മൗലിദുകളും നേർച്ച പാട്ടുകളുമൊക്കെ പാടേണ്ടതാണ്, അത് പാടിക്കേണ്ടതാണ്, അത് ചൊല്ലേണ്ടതാണ്, ചൊല്ലിക്കേണ്ടതാണ് എന്നായിരുന്നു സമസ്തയുടെ തീരുമാനം. അഥവാ അത് ചൊല്ലാൻ പാടില്ല, ചൊല്ലിക്കാൻ പാടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ ഖാലിയാക്കാൻ പാടില്ല, അവരെ ഖതീബാക്കാൻ പാടില്ല, അവരെ ഇമാമാക്കാൻ പാടില്ല എന്നാണ് സമസ്തയുടെ തീരുമാനം. അഥവാ 1933 മാർച്ച് മാസത്തിൽ ഫറോക്കിൽ ചേർന്ന സമസ്തയുടെ സമ്മേളന പ്രമേയത്തെ ഇന്നത്തെ സമസ്തക്കാർ, അത് കാരന്തൂര് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സമസ്തയായാലും ചേളാരി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സമസ്തയായാലും അംഗീകരിക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ പ്രസംഗിച്ച പേരോടിനെ കേരളത്തിലെ ഒരു പള്ളിയിലും ഖാലിയാക്കാൻ പാടില്ല, ഖതീബാക്കാൻ പാടില്ല എന്ന് മാത്രമല്ല അയാളെ ഇമാമ് പോലും ആക്കാൻ പാടില്ല എന്നതാണ് യഥാർത്ഥത്തിൽ സമസ്തയുടെ തീരുമാനം. എന്തുകൊണ്ടെന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് CM മടവൂരിനെ പറ്റി എന്തൊക്കെയാണോ ഈ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ കാര്യങ്ങൾ മുഴുവൻ മുഹീദ്ദീൻ ശൈഖിനെ കുറിച്ച് പറയാമെന്നും മുഹീദ്ദീൻ ശൈഖിനെ കുറിച്ച് അത് പറയണമെന്നും മുഹീദ്ദീൻ ശൈഖിനെ കുറിച്ച് അങ്ങനെ വിശ്വസിക്കാമെന്നും മുഹീദ്ദീൻ ശൈഖിനെ കുറിച്ച് അങ്ങനെ വിശ്വസിക്കണമെന്നും ഈ സമൂഹത്തോട് പറയുകയും പഠിപ്പിക്കുകയും ചെയ്തത് പേരോടക്കമുള്ള ആളുകൾ മഹാന്മാരായി മുദ്രകുത്തുന്ന നേതാക്കന്മാരായിരുന്നു. എന്താണ് മുഹീദ്ദീൻ ശൈഖിനെ കുറിച്ചുള്ള വിശ്വാസം? 1-2 കാര്യങ്ങൾ മാത്രം പറയാം. ഇവിടെ CM മടവൂരിനെ പടച്ചോനാക്കി കളയുന്നു, CM മടവൂരിനെ പടച്ചോനെ പോലെ ആക്കി കളയുന്നു, ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് CM മടവൂരാണെന്ന് പറഞ്ഞു കളയുന്നു എന്നാണല്ലോ പരാതി. മുഹീദ്ദീൻ ശൈഖിനെ കുറിച്ച് പറയുന്നത് എന്താണ്? അദ്ദേഹത്തിന്റെ അറിവിനെ കുറിച്ച് പറയുന്നു, അല്ലാഹുവിന്റെ ഇൽമ് എത്രയാണ് എന്ന് കൃത്യമായി എനിക്കറിയാം, അതെനിക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയും. അല്ലാഹുവിന്റെ ഇൽമിന്റെ അക്ഷരങ്ങൾ വരെ എനിക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയും. ഈ ലോകത്ത് എത്ര ചെടികളുണ്ട് എന്ന്, ഭൂമിയിൽ എത്ര ചെടികളുണ്ട് എന്ന് എനിക്ക് കൃത്യമായി അറിയാം എന്ന് തുടങ്ങി കടലിലെ തിരമാലകളുടെ എണ്ണം അറിയാം, ഭൂമിയിലെ മണൽത്തരികളുടെ എണ്ണം അറിയാം എന്നിങ്ങനെ അള്ളാഹുവിന്റെ അറിവ് അക്ഷരങ്ങൾ വരെ അറിയാമെങ്കിൽ പിന്നെ അതിന്റെ അപ്പുറത്ത് ഒരറിവ് ബാക്കിയില്ലല്ലോ എന്ന് പറയുന്ന മുഹീദ്ദീൻ ശൈഖിനെ കുറിച്ചുള്ള പദ്യം അത് ചൊല്ലേണ്ടതാണ്, അത് ചൊല്ലിക്കേണ്ടതാണ്, അത് പാടേണ്ടതാണ്, അത് പാടിക്കേണ്ടതാണ്. അത് പാടാൻ പാടില്ലെന്ന് പറയുന്നവനെ ഇമാമാക്കാൻ പാടില്ലാത്തതാണ് എന്ന് തീരുമാനിച്ച സമസ്തയുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന പേരോടിനും കൂട്ടർക്കും എങ്ങനെയാണ് ഇന്ന് CM മടവൂരിനെ പറ്റി ചില ആളുകൾ ലോകത്ത് നടക്കുന്നതൊക്കെ CM മടവൂർ അറിയും എന്ന് പറയുമ്പോൾ എതിർക്കാൻ കഴിയുക? ശൈഖ് ജീലാനിയെ കുറിച്ച് ഈ ആളുകൾ വിശ്വസിക്കുന്നത് എന്താണ്? മലക്തു ബിലാദല്ലാഹി ശർഖൻ വ മഗ്രിബ, കിഴക്കും പടിഞ്ഞാറുമായി അള്ളാഹുവിന് എവിടെയൊക്കെ ആധിപത്യമുണ്ടോ അവിടെയൊക്കെ എനിക്കും ആധിപത്യമുണ്ട്. ശൈഖ് ജീലാനിയെ കുറിച്ച് ഇത് വിശ്വസിക്കുന്നില്ലെന്ന് പറയാൻ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക് കഴിയുമോ? ശൈഖ് ജീലാനിയെ കുറിച്ച് ആരെങ്കിലും അങ്ങനെ വിശ്വസിച്ചാൽ അത് മുജാഹിദുകൾ പടച്ചുണ്ടാക്കിയ വിശ്വാസമാണ്, ആ വിശ്വാസവുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് പറയാൻ കഴിയുമോ? ശൈഖ് ജീലാനിയെ കുറിച്ച് ആരെങ്കിലും അങ്ങനെ വിശ്വസിച്ചാൽ അത് മുജാഹിദുകൾ പടച്ചുണ്ടാക്കിയ വിശ്വാസമാണ്, ആ വിശ്വാസവുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് പറയാൻ പേരോടിന് കഴിയുമോ? അള്ളാഹുവിന് എവിടെയൊക്കെ ആധിപത്യമുണ്ടോ അവിടെയൊക്കെ ആധിപത്യമുണ്ട്. ഞാനെങ്ങാൻ ഉദ്ദേശിക്കുമായിരുന്നെങ്കിൽ ഈ പ്രപഞ്ചത്തെ ഒരു നിമിഷം കൊണ്ട് നശിപ്പിക്കാൻ എനിക്ക് കഴിയുമായിരുന്നു എന്ന്
ഷെയ്ഖ് ജീലാനിയെ കുറിച്ച് വിശ്വസിക്കണമെന്ന്, അങ്ങനെ വിശ്വസിക്കുന്ന പാട്ട് അത് പാടണമെന്ന്, അത് പാടിക്കാമെന്ന്, അത് പാടാൻ പാടില്ലെന്ന് പറയുന്നവരെ കാളിയാക്കാൻ പാടില്ലെന്ന്, ഖത്തീബാക്കാൻ പാടില്ലെന്ന്, ഇമാമാക്കാൻ പാടില്ലെന്ന് തീരുമാനിച്ച സമസ്തയുടെ പാരമ്പര്യം അവകാശപ്പെടുന്നവർക്ക് എങ്ങനെയാണ് ഇന്ന് ഈ CM മടവൂരിനെ പറ്റി ഈ ആളുകൾ പറയുന്നതിനെ വ്യാജ ത്വരീഖത്തുകളുടെ അക്കൗണ്ടിലേക്ക് തള്ളി രക്ഷപ്പെടാൻ കഴിയുക? CM മടവൂര് പടച്ചോനെ കണ്ടു എന്ന് പറയുന്നത്, അള്ളാന്റെ റസൂലിനെ കണ്ടു എന്ന് പറയുന്നത്, CM മടവൂര് അള്ളാന്റെ റസൂലിനോട് സംസാരിച്ചു എന്ന് പറയുന്നത്, ഇപ്പോ പുതിയൊരു ത്വരീഖത്ത് വന്നിരിക്കുന്നു, ഗോഹർ ഷാഹി ത്വരീഖത്ത്. ആ ത്വരീഖത്തിന് എതിരാണത്രേ കാന്തപുരം സമസ്തക്കാർ. അതിന്റെ